മുസ്ലിംകളിൽ കാഫിറുകളുണ്ട്, ഹിന്ദുക്കളിൽ മുസ്ലിംകളുമുണ്ട്. ഇത് വിശദമായി വ്യക്തമാക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നായി ശ്രദ്ധിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു എക്സാമ്പിളിലൂടെ, ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഒരു മാതാവ്, ഒരു പിതാവ്, ഒരു മാതാവ്, ഒരു പിതാവ്, അവർക്ക് 10 മക്കൾ. ഒരു മാതാവിനും ഒരു പിതാവിനും 10 മക്കളുണ്ട്. ആ മാതാപിതാക്കളും ആ 10 മക്കളും ഒരിക്കലും അന്യരല്ലല്ലോ. ആ മക്കൾ പരസ്പരം അന്യരല്ല, ജ്യേഷ്ഠാനുജന്മാരാണ്. അതുപോലെ ആ മാതാവിനും പിതാവിനും ആ മക്കൾ അന്യരല്ല, അവർ സ്വന്തം മക്കളാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു മാതാവും ഒരു പിതാവും അവർക്ക് 100 മക്കളുണ്ട് എന്ന് മനസ്സിലാക്കൂ. സങ്കല്പിക്കുക, ഒരു മാതാവിനും ഒരു പിതാവിനും 100 മക്കളുണ്ട് എന്ന് സങ്കല്പിക്കുക. എങ്കിലും അങ്ങനെയാണെങ്കിലും ആ മക്കൾ തമ്മിൽ അന്യരല്ല, രക്തബന്ധമുള്ളവരാണ്. അവർ ജ്യേഷ്ഠാനുജന്മാരാണ്. ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾ അവർ അന്യരല്ല, അവർ സ്വന്തം മക്കളാണ്. ഇനി 100 മക്കളുടെ സ്ഥാനത്ത് നിങ്ങൾ 1000 മക്കളെ സങ്കല്പിക്കൂ. 100 മക്കളുടെ സ്ഥാനത്ത് നിങ്ങൾ 1000 മക്കളെ സങ്കല്പിച്ചാലും ഇതിന് മാറ്റമില്ലല്ലോ. ഇനി 1000 മക്കളുടെ സ്ഥാനത്ത് നിങ്ങൾ സങ്കല്പിക്കുന്നത് 10,000 മക്കളാണെങ്കിലോ, അപ്പോഴും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ മക്കൾ തന്നെ, മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ജ്യേഷ്ഠാനുജന്മാർ തന്നെ, രക്തബന്ധം തന്നെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ 10,000 മക്കളുടെ സ്ഥാനത്ത് നിങ്ങൾ 1,00,000 മക്കളെ സങ്കല്പിച്ച് നോക്കൂ. എത്ര ലക്ഷമാണെങ്കിലും മാതാവിനെ സംബന്ധിച്ചിടത്തോളം, പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ മക്കൾ തന്നെയാണ്, രക്തബന്ധമുള്ളവർ തന്നെയാണ്. ഈ മക്കളെ സംബന്ധിച്ചിടത്തോളമോ അവരും പരസ്പരം രക്തബന്ധമുള്ളവരാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. ഇനി ഒരു മാതാവും ഒരു പിതാവും അവർക്ക് 1 കോടി മക്കൾ, അല്ലെങ്കിൽ 10 കോടി മക്കൾ, അല്ലെങ്കിൽ 800 കോടി മക്കൾ, എത്ര മക്കളുടെ എണ്ണം എത്ര കോടി വർദ്ധിച്ചാലും, മക്കളുടെ എണ്ണം എത്ര കോടി വർദ്ധിച്ചാലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മക്കൾ തന്നെ, അവരുടെ മക്കൾ തന്നെയാണ്. ഈ മക്കളെ സംബന്ധിച്ചിടത്തോളമോ അവർ പരസ്പരം രക്തബന്ധമുള്ളവരാണ്, ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ്. അപ്പോൾ കുടുംബം വളരെ ചെറുതായി എന്ന് കരുതി, അല്ലെങ്കിൽ കുടുംബം വളരെ വലുതായി എന്ന് കരുതി, വലിയ കുടുംബം, കോടിക്കണക്കിന് അംഗങ്ങളുള്ള ഒരു കുടുംബം ആണ് എന്ന് കരുതി രക്തബന്ധത്തിൽ എവിടെ മാറ്റം വരുന്നു? രക്തബന്ധം അല്ലാതെയാകുന്നുണ്ടോ? ആ മക്കൾ പരസ്പരം രക്തബന്ധമുള്ളവരല്ലേ? ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ തന്നെയല്ലേ അവർ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം എത്ര ലോകത്തുള്ള, ഇനി നിങ്ങൾ മനസ്സിലാക്കൂ, ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാകുന്നു. അത് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്, അതുപോലെ ക്രിസ്തു മതത്തിൽ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ട്, മറ്റു ഹിന്ദു മതത്തിൽ പറയുന്നുണ്ട്. പേര് വ്യത്യാസമുണ്ടെങ്കിലും, പേര് ആദം ഹവ്വ എന്ന പേര് വേറെയാണെങ്കിലും, ചിലപ്പോൾ പാർവതി ശിവൻ എന്ന് പല പേരുകളായിരിക്കും. പേരിലല്ലല്ലോ കാര്യം. ഈ ഭൂമിയുടെ മുകളിലുള്ള, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണെങ്കിൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് മനുഷ്യന്മാരെ അന്യരായി കാണാൻ സാധിക്കുന്നത്? ആദം നബിയുടെയും ഹവ്വാ ബീബിയുടെയും മക്കളല്ലേ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും? ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളല്ലേ? തീർച്ചയായും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ്. അത് ഏത് മതത്തിൽപ്പെട്ടവർ ആണെങ്കിലും, അവർ ജനിച്ചത് ഏത് മതത്തിലാണെങ്കിലും, ഏത് മതത്തിലാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും, ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണെങ്കിൽ അവൻ അന്യനാണ്, ഇവൻ അന്യനാണ്, എൻ്റെ കുടുംബമല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? കുടുംബം വലിയ കുടുംബമാണ് എന്ന് കരുതി രക്തബന്ധം ഇല്ലാതെയാകുന്നുണ്ടോ? ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചെറിയ കുടുംബമാണെങ്കിലും വലിയ കുടുംബമാണെങ്കിലും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കൾ തന്നെയല്ലേ? ഭൂമി ലോകത്ത് കോടാനുകോടി മനുഷ്യർ, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ. കോടാനുകോടി മനുഷ്യർ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും. എങ്കിൽ ഈ എല്ലാ മനുഷ്യന്മാരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. അതിപ്പോൾ വലിയ കോടിക്കണക്കിന് അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബമാണ് എന്ന് കരുതി ഒരിക്കലും തന്നെ അന്യരാകുന്നില്ല. അപ്പം ചെറിയ കുടുംബമാണെങ്കിലും വലിയ കുടുംബമാണെങ്കിലും രക്തബന്ധമുള്ളവരാണ് മുഴുവൻ മനുഷ്യന്മാരും. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം ഹിന്ദുക്കളിൽ മുസ്ലിംകളുണ്ട്, മുസ്ലിംകളിൽ കാഫിറുകളുമുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ചില ആശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഒരു മനുഷ്യൻ അവൻ ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും, അവൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, ഏത് കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും. നമുക്ക് ഒരാളെ എടുക്കാം. രാമചന്ദ്രൻ എന്ന ഒരു മനുഷ്യൻ, അവൻ ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നു. ഹിന്ദു മതത്തിലായി അവൻ ജനിക്കുന്നു. അവൻ ജനിച്ചു വളർന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ വളർത്തി. അവന് പ്രായപൂർത്തിയായി. അപ്പോഴാണല്ലോ, കുറച്ച് വലുതാകുമ്പോഴാണല്ലോ ബുദ്ധി വികസിക്കുന്നത്. ആ സമയത്താണല്ലോ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അവൻ പ്രസംഗം കേൾക്കുകയാണ്, ഉസ്താദുമാരുടെ പ്രസംഗം കേൾക്കുകയാണ് അവൻ. അല്ലെങ്കിൽ മറ്റു ഇതര മതപണ്ഡിതന്മാരുടെ പ്രസംഗം അവൻ കേൾക്കുകയാണ്. അവർ പ്രസംഗിക്കുന്നത് എന്താണ്? മുസ്ലിമായി ജീവിച്ചാൽ, ഇസ്ലാം മതത്തിൽ പ്രവേശിച്ച് ആ ഇസ്ലാം മതം പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അവന് സ്വർഗമുള്ളൂ എന്ന് അവൻ ഒരു മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ്റെ പ്രസംഗം കേൾക്കുന്നു. അതേ രാമചന്ദ്രൻ തന്നെ കേൾക്കുകയാണ്, ക്രിസ്ത്യൻ പണ്ഡിതൻ്റെ പ്രസംഗം കേൾക്കുന്നു. ഈ ക്രിസ്തു മതത്തിലേക്ക് പ്രവേശിച്ച് ആലല്ലാതെ യേശുവിനെ അംഗീകരിച്ച്, ക്രിസ്തു മതത്തിലേക്ക് പ്രവേശിച്ച് യേശുവിനെ അംഗീകരിച്ച് മുന്നോട്ട് പോയാലല്ലാതെ രക്ഷയില്ല, അല്ലാത്തവർക്ക് നരകമാണ്, ശിക്ഷയാണ് എന്ന്. ഇങ്ങനെ ഓരോ മതക്കാരുടെയും പ്രസംഗം കേൾക്കുകയാണ് രാമചന്ദ്രൻ. രാമചന്ദ്രൻ വലുതായി വരുന്നു. അവന് ചിന്തിക്കുന്നു, ഞാൻ എന്തിനാണ്, അവൻ സ്വയം ചിന്തിക്കുകയാണ്, എന്തിനാണ് അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ, എനിക്കിതിൻ്റെ സത്യാവസ്ഥ, രാമചന്ദ്രൻ ചിന്തിക്കുകയാണ്, ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാകണം. രാമചന്ദ്രൻ ആലോചിക്കുകയാണ്,
ദൈവമുണ്ടെന്ന്, പ്രപഞ്ചനാഥനുണ്ടെന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവ്, ഒരു പരിപാലകൻ, ഒരു ശക്തി, പ്രപഞ്ചശക്തി, ദൈവമെന്നോ അള്ളാഹു എന്നോ ഈശ്വരൻ എന്നോ എന്ത് പേര് വിളിച്ചാലും ഒരു ശക്തി ഉണ്ട് എന്ന് എല്ലാ മതക്കാരും പറയുന്നു. വലിയ വലിയ മഹാന്മാരാണെന്ന് പറയുന്ന എല്ലാവരും അത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം എന്താണ്? ഞാൻ ഹിന്ദു മതത്തിലാണ് ജനിച്ചത്. ഞാൻ ആ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളാണ് അനുഷ്ഠിച്ചു പോന്നത്. എനിക്ക് സത്യം ഒന്ന് കണ്ടെത്തണം. ആദ്യം എന്നെ എന്തിനാണ് സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത്? ആദ്യം എനിക്ക് സൃഷ്ടാവിനെ കണ്ടെത്തണം. ആദ്യം എനിക്ക് ദൈവത്തെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. എന്തിനാണ് എന്നെ പടച്ചിരിക്കുന്നത്? എന്തിനാണ് എന്നെ പടച്ചിരിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ജീവിതത്തിൽ? ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് എന്താണ് സത്യം അന്വേഷിച്ചുകൊണ്ട് രാമചന്ദ്രൻ പുറപ്പെടുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മതിയല്ലോ. സത്യം എന്താണ്? സത്യം. ആ സത്യത്തിലായി എനിക്ക് ജീവിക്കണം. സത്യം അന്വേഷിക്കണം, സത്യം അന്വേഷിച്ച് കണ്ടെത്തണം. ആ സത്യത്തിലായി എനിക്ക് ജീവിക്കണം എന്ന് രാമചന്ദ്രൻ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ രാമചന്ദ്രൻ സത്യം അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. ഒരുപാട് വലിയ വലിയ ആളുകളെ കണ്ട് സംസാരിച്ചു. അങ്ങനെ രാമചന്ദ്രന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ രാമചന്ദ്രന് ഒരു വലിയ മഹാനാണെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ രാമചന്ദ്രൻ കാട് കയറുകയാണ്. സത്യം അന്വേഷിച്ചുകൊണ്ട് ലോകം പല സ്ഥലങ്ങളും ചുറ്റി സഞ്ചരിക്കുന്നു. അങ്ങനെ കാട് കയറുകയാണ്. എന്തിനു വേണ്ടിയാണ്? എന്ത് അന്വേഷിച്ചുകൊണ്ടാണ് രാമചന്ദ്രൻ നടക്കുന്നത്? എന്ത് അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്? സത്യത്തെ അന്വേഷിച്ചുകൊണ്ട്. ഞാൻ എന്തിനു വന്നു? എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമെന്ത്? ഈ ജീവിതത്തിന് അർത്ഥമെന്ത്? ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് രാമചന്ദ്രൻ ജീവിക്കുകയാണ്. അങ്ങനെ സന്യാസത്തിലേക്ക് ഇത് അന്വേഷിച്ചുകൊണ്ട് ഇതേ ചിന്തയിൽ രാമചന്ദ്രൻ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ രാമചന്ദ്രൻ കുറേ കാലം ഈ സത്യം അറിയണമെന്ന അങ്ങേ അറ്റത്തെ ശക്തമായ ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ രാമചന്ദ്രന് ഈ പ്രപഞ്ചശക്തി, അത് എന്ത് പേര് വിളിച്ചാലും ഈ സൃഷ്ടാവ്, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന സൃഷ്ടാവ്, അതിനാണല്ലോ രാമചന്ദ്രൻ പുറപ്പെട്ടത്, സത്യം കണ്ടെത്താൻ വേണ്ടി. എന്തിനാണ് എന്നെ സൃഷ്ടാവ് പടച്ചത്? എന്തിനാണ് ഈ ജീവിതം? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടത്. അത് അങ്ങേയറ്റം അത് അറിയണം എന്ന ശക്തമായ ആഗ്രഹത്തോടു കൂടി പുറപ്പെട്ടതാണ് രാമചന്ദ്രൻ. അങ്ങനെ രാമചന്ദ്രന് ബോധം ഉദിക്കുന്നു, ബോധോദയമുണ്ടാകുന്നു. എന്താണ് രാമചന്ദ്രന് ബോധോദയമുണ്ടാകുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവ് ഉണ്ട്. ആ സൃഷ്ടാവിനെ കണ്ടെത്തി, ആ സൃഷ്ടാവിനെ മനസ്സിലാക്കി, ആ സൃഷ്ടാവിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ രാമചന്ദ്രൻ്റെ ഹൃദയത്തിലേക്ക് നല്ല സത്യത്തിൻ്റെ ആശയങ്ങൾ വരികയാണ്. സത്യത്തിൻ്റെ ആശയങ്ങൾ, എങ്ങനെ ജീവിക്കണം. രാമചന്ദ്രൻ പഠിച്ചതനുസരിച്ച് ഹിന്ദു മതത്തിൽ ജീവിച്ചു പോയാൽ, മറ്റുള്ള മതക്കാർ പറയുന്നതനുസരിച്ച് ഹിന്ദു മതത്തിൽ ജീവിച്ചാൽ രക്ഷയില്ല, ഹിന്ദു മതത്തിലായി ജീവിച്ചാൽ രക്ഷയില്ല. അതുപോലെ പിന്നെ ഇസ്ലാം മതത്തിൽ ജീവിച്ചു പോയാൽ രക്ഷയില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം ജീവിച്ചാൽ അവൻ്റെ മതപ്രകാരം. ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു
ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജീവിച്ചാൽ ആ മുസ്ലിമിന് രക്ഷയില്ല. ഇനി മുസ്ലിംകൾ ബാഹ്യമായി പ്രസംഗിക്കുന്നതിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് വരാതെ രക്ഷയില്ല. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് മുസ്ലിം? ആരാണ് മുസ്ലിം? ഒരു മനുഷ്യനെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുക. ഇപ്പോൾ രാമചന്ദ്രനെ തന്നെ എടുക്കാം. രാമചന്ദ്രൻ സത്യം കണ്ടെത്തി. എന്താണ് രാമചന്ദ്രൻ കണ്ടെത്തിയ സത്യം? എന്താണ് രാമചന്ദ്രൻ കണ്ടെത്തിയ സത്യം? ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ട്. രാമചന്ദ്രൻ മനസ്സിലാക്കുന്നത് ഈ ബാഹ്യമായി കാണുന്ന ആചാരങ്ങളല്ല. യഥാർത്ഥത്തിൽ ഈ ബാഹ്യമായി കാണുന്ന ഈ ചട്ടക്കൂട്, ഓരോ മതത്തിനും ഓരോ ചട്ടക്കൂടുണ്ട്. ബാഹ്യമായ ഒരു പുറം ചട്ടയുണ്ട്. അതല്ല, ഓരോ മതത്തിൻ്റെയും ആന്തരഭാഗങ്ങളിലേക്ക്, അതായത് ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചശക്തിയെ, അള്ളാഹുവിനെ അല്ലെങ്കിൽ ഈശ്വരനെ എന്ത് പേര് വിളിച്ചാലും, അവൻ ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും അവൻ ആ ദൈവത്തെ കണ്ടെത്തണം. ആ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് അവന് ബോധോദയമുണ്ടാകണം. അങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ അതെന്താണ്, അങ്ങനെ കിട്ടുന്ന സത്യം ഏതാണ്, അത് അനുസരിച്ച് കൊണ്ട് ജീവിക്കണം. അപ്പോൾ രാമചന്ദ്രൻ ഒരു മതത്തെയും എതിർക്കുന്നില്ല. രാമചന്ദ്രൻ മുഹമ്മദ് നബിയെ എതിർക്കുന്നില്ല. മുഹമ്മദ് നബി ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കുന്നു. അതായത് മുഹമ്മദ് നബിയിൽ രാമചന്ദ്രൻ മുഹമ്മദ് നബിയെ വിശ്വസിക്കാതിരിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ആരാണ് യഥാർത്ഥത്തിൽ കാഫിറുകൾ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന സമയത്ത്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു വളർന്നു. അൽ അമീനാണ്, സത്യസന്ധനാണ്, എല്ലാവർക്കും വിശ്വസ്തനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എപ്പോഴാണ് മുഹമ്മദ് നബിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്? ഒരു ദൈവം അല്ലാതെ വേറൊരു ദൈവമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ഒരുത്തനുമില്ല. ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ ആ ദൈവത്തിൻ്റെ ദൂതനാണ്. അപ്പോൾ മുഹമ്മദ് നബി ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഒരു ഭൂരിഭാഗം ആളുകളും എതിരായി. മുഹമ്മദ് നബി എന്താ പ്രഖ്യാപിച്ചത്? അള്ളാഹു അല്ലാതെ വേറെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു എന്നും ആ പേര് തന്നെ വേണമെന്നില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അല്ലാതെ വേറൊരു സൃഷ്ടാവ് ഇല്ല. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. അതാണല്ലോ. അള്ളാഹു എന്ന് പേര് പറയണമെന്നില്ല. ഇനിയിപ്പോൾ പേര് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ രാമചന്ദ്രൻ അത് അംഗീകരിക്കുന്നു. എന്ത് അംഗീകരിക്കുന്നു? മുഹമ്മദ് നബി ദൈവത്തിൻ്റെ ദൂതനാണ്, റസൂലാണ്. അതാണല്ലോ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആദ്യം എന്താണ് സാക്ഷ്യം വഹിക്കുന്നത്? ഈ പ്രപഞ്ച സൃഷ്ടാവ്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ആ സൃഷ്ടാവല്ലാതെ വേറൊരു സൃഷ്ടാവ് ഇല്ല, വേറൊരു ദൈവമില്ല. അഥവാ ദൈവം ഒന്നാണോ? ഇത് രാമചന്ദ്രൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ മുഹമ്മദ് നബി ദൈവത്തിൻ്റെ ദൂതനാകുന്നു, റസൂലാകുന്നു, ഇതും വിശ്വസിച്ചു. എന്നാൽ രാമചന്ദ്രന് പിന്നെ വിശ്വാസമൊക്കെ ക്ലിയറല്ലേ? ഇനി അവൻ പേര് മാറ്റി മുസ്ലിം ഇസ്ലാമിലേക്ക് വന്ന് കുഴപ്പമുണ്ടാക്കേണ്ടതുണ്ടോ? സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കേണ്ടതുണ്ടോ? അള്ളാഹു ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്?
അതുപോലെ രാമചന്ദ്രന് കിട്ടിയ ബോധോദയമനുസരിച്ച് എല്ലാ നന്മകളും രാമചന്ദ്രൻ മനസ്സിലാക്കുന്നു. നന്മകൾ എന്തൊക്കെയാണ്, തിന്മകൾ എന്തൊക്കെയാണെന്ന് രാമചന്ദ്രന് മനസ്സിലാകുന്നു. ദൈവം അറിയിച്ചു കൊടുക്കുന്നു. ദൈവം അറിയിച്ചു കൊടുക്കുന്നത് പല രൂപത്തിലാകാം. എങ്ങനെയാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അത് എങ്ങനെയും അറിയിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഒരു പത്രം വായിക്കുന്ന സമയത്തായിരിക്കും ലഭിക്കുന്നത്. ചിലപ്പോൾ ഒരു പത്രം വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കാട്ടിൽ എന്തെങ്കിലും അടയാളത്തിലൂടെ സൃഷ്ടാവ് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നതാവാം. എങ്ങനെയുമാവാം. ഏതായാലും രാമചന്ദ്രൻ മനസ്സിലാക്കുന്നു നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് രാമചന്ദ്രൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് രാമചന്ദ്രൻ ജീവിക്കുന്നു. എന്നാൽ രാമചന്ദ്രന് ഇതുപോലെ മുഹമ്മദ് നബിയെ പോലെ ഒരുപാട് പ്രവാചകന്മാർ, അവർ എന്ത് പേരിൽ അറിയപ്പെട്ടാലും, അവർ നമ്മൾ കേട്ട പേരിൽ, പഠിച്ച പേരിലല്ലെങ്കിലും, മുസ്ലിങ്ങൾ പഠിച്ച പേരിലല്ലെങ്കിലും പല പേരുകളിൽ ലോകത്ത് ഇസ്ലാം മതം പറയുന്നതിന്, ഇസ്ലാമിൽ പറയുന്നതിനനുസരിച്ച്, ഇസ്ലാം പഠിപ്പിക്കുന്നതിനനുസരിച്ച് പറയുകയാണെങ്കിൽ 1,24,000 അല്ലെങ്കിൽ 2,24,000 വരുന്ന അംബിയാ മുർസലുകൾ. അവർ പല പേരുകളിലുണ്ടാകുമല്ലോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ. അപ്പോൾ രാമചന്ദ്രൻ വിശ്വസിക്കുന്നു അവരിലെല്ലാം. അവർ ഏത് പേരിൽ വന്നാലും, അവർ ഏത് പേരിൽ അറിയപ്പെട്ടാലും ദൈവം നിയോഗിച്ച ദൂതന്മാരിലെല്ലാം രാമചന്ദ്രൻ വിശ്വസിക്കുന്നു. അങ്ങനെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി, അന്വേഷിച്ച് കണ്ടെത്തി ആ സത്യം അനുസരിച്ച് ജീവിക്കുന്നു. നന്മകൾ പരമാവധി ചെയ്യുന്നു, തിന്മകളൊന്നും ചെയ്യുന്നില്ല. രാമചന്ദ്രൻ പേര് മാറ്റിയില്ല. അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ മതം മാറി പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സമൂഹത്തിൻ്റെ കണ്ണിൽ രാമചന്ദ്രൻ ഹിന്ദുവായിട്ട് തന്നെ ജീവിക്കുന്നു. ഇനി മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറെ ഒരു ഉദാഹരണം, മറ്റൊന്ന് എക്സാമ്പിൾ നമുക്ക് പറയാം. വേറൊരു ഉദാഹരണം പറയാം. അതായത് ഒരാൾ മുസ്ലിമായി ജനിക്കുന്നു. ഒരാൾ, അവൻ്റെ പേര് അബൂബക്കറാണ്, അല്ലെങ്കിൽ മുഹമ്മദാണ്, അല്ലെങ്കിൽ ഉമറാണ്, ഉസ്മാനാണ്, എന്ത് പേരാണെങ്കിലും അവൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു. നമുക്ക് എക്സാമ്പിളായിട്ട് അവൻ്റെ പേര് അബൂബക്കർ എന്ന് കൊടുക്കാം. അപ്പോൾ അബൂബക്കർ മുസ്ലിമായി ജനിക്കുന്നു. അബൂബക്കറിൻ്റെ സമൂഹത്തിൽ അബൂബക്കർ മുസ്ലിമാണ്. അവൻ്റെ പേര് അബൂബക്കറാണ്. അവൻ ജനിച്ചതും മുസ്ലിം കുടുംബത്തിലാണ്. പക്ഷേ അബൂബക്കർ ഇങ്ങനെ ജീവിക്കുകയാണ്. അവൻ വളർന്ന് വലുതായി. പിന്നെ അവനിങ്ങനെ ബിസിനസ്സും മറ്റുമൊക്കെയായി സമ്പത്തിങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ ആഡംബരത്തോടുകൂടി ജീവിക്കുകയാണ്. അവന് തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത്. അവൻ്റെ ഇഷ്ടാനുസരണമായി, അവൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്നു. അവൻ്റെ ഇഷ്ടാനുസരണം, അവന് തോന്നിയതുപോലെ, അതിൽ നന്മ തിന്മ ഏതാണെന്നൊന്നും അതൊന്നും അനുസരിച്ചല്ല അവൻ ജീവിക്കുന്നത്. അവൻ്റെ മതത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയൊന്നുമല്ല അവൻ ജീവിക്കുന്നത്. അവൻ്റെ ഇഷ്ടപ്രകാരം. അതിൽ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ആ നോട്ടമൊന്നുമില്ല. ഇനി അവന് ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ അവൻ പഠിച്ചിട്ടുണ്ട്. അവൻ ഒരുപാട് കാര്യങ്ങൾ മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. അവൻ നിസ്കാരം പഠിച്ചിട്ടുണ്ട്, നോമ്പ് പഠിച്ചിട്ടുണ്ട്, സക്കാത്ത് പഠിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് അവനില്ല. അവൻ വളർന്നു വലുതായി. പിന്നീട് അവൻ പള്ളി കണ്ടിട്ടില്ല. പിന്നീട് അവൻ നിസ്കാരമില്ല. അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. അബൂബക്കർ ഇങ്ങനെ ജീവിക്കുകയാണ്, സമ്പാദിച്ചുകൊണ്ട്, അതിനു വേണ്ടി ഓടിപ്പാഞ്ഞുകൊണ്ട്.
അങ്ങനെ ജീവിക്കുകയാണ്. അവൻ ഈ പ്രപഞ്ചനാഥനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്തിനാണ് എന്നെ പടച്ചത്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, രാമചന്ദ്രൻ ചിന്തിച്ചതുപോലെ അവൻ ചിന്തിക്കുന്നില്ല. അവൻ തിന്മകൾ പരമാവധി ചെയ്തുകൊണ്ട് നന്മകൾ കാര്യമായിട്ടൊന്നും ചെയ്യാതെ അവൻ സക്കാത്ത് കൊടുക്കുന്നില്ല. ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് സക്കാത്തിനെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ എല്ലാവരും തയ്യാറാണ്. ഏത് പിശുക്കനായ മനുഷ്യനും പള്ളിയിൽ ഒന്നാമത്തെ സ്വഫിലുണ്ടാകും നിസ്കരിക്കാൻ. പക്ഷേ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് കൃത്യമായി കൊടുക്കുന്നില്ല. ഫിത്ർ സക്കാത്ത് കൊടുക്കും. ഫിത്ർ സക്കാത്ത് അവൻ കൊടുക്കും. എന്താ കാരണം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ? അതിന് കുറച്ച് ക്യാഷ് മതി. നേരെ മറിച്ച് ഈ പിശുക്കൻ്റെ കയ്യിൽ ബക്കൽ ഒരുപാട് കോടികളുണ്ട്. അതിൻ്റെ കണക്കനുസരിച്ച് 1 കോടിക്ക് 2.5 ലക്ഷം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം. 1 കോടിക്ക് 2.5 ലക്ഷം രൂപ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ്. സക്കാത്തിൻ്റെ അവകാശികൾക്ക് അവകാശപ്പെട്ടതാണ്. അത് അവൻ കൊടുക്കുന്നില്ല. അവൻ പള്ളിയിൽ ഒന്നാമത്തെ സ്വഫിലുണ്ടാകും. ആർക്ക് വേണം അവൻ്റെ നിസ്കാരം? തോട്ടിലേക്ക് വലിച്ചെറിയും അല്ലാഹു, അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും അല്ലാഹു. അപ്പോൾ ഇങ്ങനെ സക്കാത്തിനെക്കുറിച്ച് ചിന്തയില്ല, നോമ്പിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, നിസ്കാരം തീരെയില്ല, അതുപോലെ ഒന്നും തന്നെ ഇല്ല. എന്തിനാണ് താൻ ജീവിക്കുന്നത്, ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അറിയോ? തീർച്ചയായും അറിയും. മദ്രസയിൽ അവൻ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിസ്കരിക്കൽ, എങ്ങനെയാണ് നോമ്പെടുക്കൽ, എങ്ങനെയാണ് മറ്റു സൽക്കർമ്മങ്ങളൊക്കെ നന്മകളൊക്കെ ചെയ്യൽ, എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് അവനില്ല. അവൻ അതിനൊക്കെ ഒരു പുച്ഛം പോലെയാണ് ഇപ്പോൾ കാണുന്നത്. അവനതൊക്കെ നിഷേധിക്കുകയാണ്. എന്ത് നരകം മൂല്യരെ, എന്ത് സ്വർഗം, അതൊക്കെ അവിടെ ചെന്നിട്ടല്ല അപ്പോൾ നോക്കാം എന്ന് ഒരു നിഷേധ രൂപത്തിലാണ് അവൻ്റെ പെരുമാറ്റം. ഇവനാണ് കാഫിർ, ഇവനാണ് മുസ്ലിംകളിലെ കാഫിർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് നബിയോട് എതിർത്ത് സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച സമയത്ത് അതിനോട് എതിർത്തവർ അവരാണ് കാഫിറുകൾ. അതിനോട് എതിർക്കാതെ മുഹമ്മദ് നബി പറയുന്നതിൽ സത്യമുണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നവർ അവർ കാഫിറുകളാണോ? സത്യത്തെ എതിർക്കാത്ത ആളുകൾ, സത്യനിഷേധികളല്ലാത്ത ആളുകൾ, അവർ മുഹമ്മദ് നബിയെ നിഷേധിക്കുന്നില്ല. അവർ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ്, ദൈവദൂതനാണ് എന്ന് നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവന് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയതാണ്. എന്നിട്ട് ആ സത്യമെല്ലാം അവൻ പഠിച്ചതാണ്. അവൻ മദ്രസ 12ാം ക്ലാസ് വരെ +2 വരെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദർസിലും പോയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. പക്ഷേ അവൻ വളർന്നു വലുതായപ്പോൾ, അവൻ വലിയവനായപ്പോൾ എല്ലാം മറന്നു. അവൻ സത്യത്തെ നിഷേധിച്ചു ജീവിക്കുന്നു. അവനാണ് കാഫിർ. അപ്പോൾ മുസ്ലിംകളിൽ ഇതുപോലെ ഒരുപാട് കാഫിറുകളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി എന്നല്ലേ? ഹിന്ദുക്കളിൽ ഒരുപാട് സത്യത്തെ അംഗീകരിക്കുന്നവരുണ്ട്. മുഹമ്മദ് നബി യഥാർത്ഥ പ്രവാചകനാണ്, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ മുഹമ്മദ് നബി ദൈവദൂതനാണ്, റസൂലുള്ളയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ സത്യം അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുന്നവരുണ്ട് ഹിന്ദുമതത്തിൽ. എന്താണ് സത്യം? അത് അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ട് സത്യം കണ്ടെത്തി ആ സത്യം മനസ്സിലാക്കി ജീവിക്കുന്നവരുണ്ട്. അവർ പേര് കൊണ്ട് മാറിയിട്ടില്ലെങ്കിലും, പേര് അബൂബക്കർ അല്ലെങ്കിലും, പേര് രാമചന്ദ്രനാണെങ്കിലും അവൻ ആന്തരികമായി മുസ്ലിമല്ലേ? ബാഹ്യമായി ജനങ്ങളുടെ അടുക്കൽ അബൂബക്കർ മുസ്ലിമാണ്. ബാഹ്യമായി നോക്കുമ്പോൾ ജനങ്ങളുടെ അടുക്കൽ അബൂബക്കർ മുസ്ലിമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അബൂബക്കർ കാഫിറാണ്, സത്യനിഷേധിയാണ്. നേരെ മറിച്ച് രാമചന്ദ്രൻ ബാഹ്യമായി ഹിന്ദു മതത്തിലാണ്.
പേര് രാമചന്ദ്രനാണ്, ഹിന്ദുമതത്തിലാണ്. പക്ഷേ രാമചന്ദ്രൻ സത്യം കണ്ടെത്തി, ആ സത്യം അന്വേഷിച്ച് കണ്ടെത്തി നന്മയും തിന്മയും എന്തൊക്കെ വിശ്വസിക്കണം, യഥാർത്ഥ വിശ്വാസം എന്താണ്, ഇതെല്ലാം കണ്ടെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ ആരും വടിയായിട്ട് വരണ്ട, ആരും കല്ലെറിയണ്ട. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ശരിക്കും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചോദ്യം ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, പേര് മാറിയിട്ടില്ലെങ്കിലും കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട് മതം മാറിയിട്ടില്ലെങ്കിലും ഒരു മനുഷ്യൻ മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നു. മുഹമ്മദ് നബി ദൈവദൂതനാണ്, റസൂലുള്ളയാണ്. മുഹമ്മദ് നബി പറഞ്ഞ ആശയം സത്യമാണ്. സൃഷ്ടാവല്ലാതെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവല്ലാതെ വേറെ ആരാധനക്ക് വേറെ ഇല്ല. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന രാമചന്ദ്രനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? രാമചന്ദ്രൻ സത്യം അന്വേഷിച്ചുകൊണ്ട് അത് കണ്ടെത്തി. ഷഹാദത്ത് കലിമയെ രാമചന്ദ്രൻ എതിർക്കുന്നില്ല. ഷഹാദത്ത് കലിമ സത്യമാണ്. അതുപോലെ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. രാമചന്ദ്രൻ എല്ലാ മതങ്ങളെയും പറ്റി പഠിച്ചു. രാമചന്ദ്രൻ എല്ലാ മതങ്ങളെയും പറ്റി പഠിച്ചു. കൂടുതൽ ഇസ്ലാം മതത്തെയും പറ്റി പഠിച്ചപ്പോൾ ഒരുപാട് 1,00,000 അല്ലെങ്കിൽ 2,24,000 പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഏതൊക്കെ പേരുകളിലാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. രാമചന്ദ്രൻ മൊത്തത്തിൽ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി പറഞ്ഞത് സത്യമാണ്, പറഞ്ഞത് മുഴുവനും സത്യമാണ്. അതോടൊപ്പം തന്നെ ഇത് ശരിക്ക് വ്യക്തമായി മനസ്സിലാക്കാതെ ആരും കല്ലെറിയാൻ വരരുത്. എന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്നിട്ടല്ലാതെ ചോദ്യം ചെയ്യരുത്. അപ്പോൾ രാമചന്ദ്രൻ സത്യം അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുന്നു. അവസാനം ഒരുപാട് നടന്ന് രാമചന്ദ്രനെ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ അള്ളാഹു എന്ത് പേര് വിളിച്ചാലും ഈ പ്രപഞ്ച ശക്തി സൃഷ്ടാവ് അവന് സത്യത്തിലെത്തിക്കുന്നു. അവന് മനസ്സിലാകുന്നു മുഹമ്മദ് നബി യഥാർത്ഥ പ്രവാചകരാണ്. അവർ പറഞ്ഞ ദൈവമല്ലാതെ, ഈശ്വരനിൽ ഒരു ദൈവമല്ലാതെ വേറെ ഒരു ദൈവമില്ല, ഒരു സൃഷ്ടാവല്ലാതെ ഇല്ല. ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ പല പേരുകളിൽ അറിയപ്പെടുന്നു. അവരെല്ലാം ജനങ്ങൾ എന്ത് പേര് വിളിച്ചാലും അവരിലെല്ലാം രാമചന്ദ്രൻ വിശ്വസിക്കുന്നു. നന്മകൾ ഏതൊക്കെയാണോ എന്ന് രാമചന്ദ്രൻ മനസ്സിലാക്കുന്നു. തിന്മകൾ ഏതൊക്കെയാണെന്ന് രാമചന്ദ്രൻ ആ തിന്മകൾ മനസ്സിലാക്കുന്നു. സത്യം കണ്ടെത്തിയവനാണല്ലോ രാമചന്ദ്രൻ. ആ തിന്മ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കും, തിന്മകൾ മനസ്സിലാക്കുന്നു. അങ്ങനെ തിന്മകൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മകളിലായിട്ട് ജീവിക്കുന്നു. ഈ രാമചന്ദ്രനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളിൽ മുസ്ലിംകളുണ്ട് എന്ന്. പേര് മാറ്റിയിട്ടില്ല, കുടുംബത്തിൽ നിന്ന് ബാഹ്യമായി മതം മാറിയിട്ടില്ല. അതുപോലെ അബൂബക്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അബൂബക്കറിന് അവൻ ഭൗതിക ചിന്തയിൽ മാത്രം എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടും എല്ലാ സത്യവും മനസ്സിലാക്കി പഠിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവൻ സത്യത്തെ നിഷേധിച്ച് ജീവിക്കുകയാണ്. സത്യനിഷേധി കാഫിറല്ലേ? കാഫിർ എന്ന വാക്കിൻ്റെ അർത്ഥമല്ലേ സത്യനിഷേധി? അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിംകളിൽ കാഫിറുകളുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അവൻ പേരുകൊണ്ട് മുസ്ലിമാണ്, പേരുകൊണ്ട് മാത്രം മുസ്ലിമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ മുസ്ലിമല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ മുസ്ലിമല്ല, പേരുകൊണ്ട് മുസ്ലിമാണ്. അതുകൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ മുസ്ലിംകളിൽ ഒരുപാട് കാഫിറുകളുണ്ട്, ഹിന്ദുക്കളിൽ ഒരുപാട് മുസ്ലിംകളുമുണ്ട്. എന്താണ് മുസ്ലിം? സമ്പൂർണമായി അള്ളാഹുവിന് വേണ്ടി അവനെ സമർപ്പിച്ചവനാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവിന് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തിയവനാണ് മുസ്ലിം. രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഓക്കെയാണ് കാര്യം. രാമചന്ദ്രൻ ഈശ്വരനെ, ദൈവത്തെ, അള്ളാഹുവിനെ, പ്രപഞ്ച സൃഷ്ടാവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവൻ സത്യത്തിൽ എത്തിച്ചേർന്നു, സത്യം കണ്ടെത്തി. പേര് മാറിയിട്ടില്ല, കുടുംബത്തിൽ നിന്ന് മതം മാറിയിട്ടില്ല.
അവൻ മുസ്ലിം തന്നെയല്ലേ? ബാഹ്യമായി പേരുകൊണ്ട് മുസ്ലിമായിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ആന്തരികമായി മുസ്ലിമല്ലേ? ഇനി അബൂബക്കറിൻ്റെ കാര്യമെടുത്താൽ എന്താണ് അവസ്ഥ? അബൂബക്കർ ജന്മം കൊണ്ട് മുസ്ലിമാണ്. എല്ലാ സത്യങ്ങളും പഠിച്ചു മനസ്സിലാക്കുന്നു. എല്ലാ സത്യങ്ങളും പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അവൻ ആ സത്യത്തെ നിഷേധിച്ചുകൊണ്ട്, ആ സത്യങ്ങളെ മുഴുവനും നിഷേധിച്ചുകൊണ്ട് എല്ലാ സത്യവിശ്വാസവും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്നു. അവൻ കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാണ് കാഫിർ? അപ്പോൾ മുസ്ലിംകളിൽ ധാരാളം കാഫിറുകളുണ്ട്, ഹിന്ദുക്കളിൽ ധാരാളം മുസ്ലിംകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കാതെ ആരും കല്ലെറിയരുത്. ഏതെങ്കിലും ഭാഗം മാത്രം കേട്ട്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഭാഗം മാത്രം കേട്ട് നിങ്ങൾ കല്ലെറിയരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കേട്ടതിന് ശേഷം മാത്രം, ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ നിങ്ങൾ ഇതിനെ നിരൂപണം ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.